ഹലോ, ഇതാണ് അഞ്ജന. അഞ്ജന മേക്കപ്പ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈൽ കുറച്ചുകൂടെ നല്ലതാവാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ ഹെയർ സ്റ്റൈൽ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു 5 ഡേയ്സിൻ്റെ. ഇത് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് ഹെയർ സ്റ്റൈൽസ്, അഞ്ജനയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് ഹെയർ സ്റ്റൈൽസ് നമ്മൾ പഠിച്ചു, അത് ചെയ്തും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ മോഡലായിട്ട് എൻ്റെ ചേച്ചിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് റിയൽ ഹെയറിൽ ചെയ്യുന്ന അഞ്ജന. ഇതായിരുന്നു ഇന്ന് റിയൽ ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് റിയൽ ഹെയറിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് പുള്ളിക്കാരി. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അഞ്ജന വീട്ടിലോട്ട് പോയത് കഴിഞ്ഞ് പരന്തൻ്റെ ഫ്രണ്ടും വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞത് എന്നെ കാണാൻ വന്നതാണ്. വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണി മാത്രമല്ല, പിന്നെ ഫ്രൂട്ട്സും കുറേ സ്വീറ്റ്സും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നുണ്ടോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക്. അങ്ങനെ ചെറിയൊരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കേട്ടോ. പിന്നെ രാത്രി ഒരു 7 മണിയൊക്കെ ഇപ്പം ഞാനും ഇറന്നിട്ട് ഉണ്ണിയും കൂടി ഇപ്പം പൂജപ്പുര പോവാണ് കേട്ടോ. അവിടെ ഈ നവരാത്രിയുടെ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോയത്. ഒരുപാട് നാൾക്ക് ഇഷ്ടമാണ് ഈ കളർഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ലൈറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷേൻ്റെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഈ റൈഡിലൊന്നും കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യമേ അതൊന്നും പ്രതീക്ഷയല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത്. അരന്തണ്ണം റൈഡിൽ കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഉണ്ണിയും ഞാൻ നല്ലോണം നിർബന്ധിച്ചു, അവളും കയറിയില്ല. പിന്നെ ഈ ഗോസ്റ്റ് ഹൗസിൽ അവർ രണ്ടുപേരും കൂടെ കയറി കേട്ടോ. എനിക്ക് പേടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറിയില്ല. കാരണം ഇങ്ങനെ ഒരുപാട് സൗണ്ടും പെട്ടെന്ന് അവരിങ്ങനെ വന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല. പിന്നെ അരന്തൻ്റെ ഉണ്ണിയും കൂടെയാണ് പോയത് അകത്ത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ പോയില്ല, കാരണം ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നതുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഇറങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തന്നെ നേരെ ഇവിടെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു ടേസ്റ്റ് വന്നില്ല കേട്ടോ. അനാവശ്യമായിട്ട് കുറേ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉണ്ണി കോളിഫ്ലവർ വാങ്ങിച്ചു കേട്ടോ. അതും ചൂടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു ഇന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റായിട്ട് ഒരു പാവ് ബജി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് എനിക്ക് മാത്രമാണ് വാങ്ങിച്ചു കേട്ടോ. പരന്നെണ്ണം വേണ്ടാന്ന് പറഞ്ഞു, ഉണ്ണിക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ എൻ്റെ അടുത്ത് അവർ രണ്ടുപേരും പറഞ്ഞത് കൊള്ളൂല, വാങ്ങിക്കേണ്ടാന്ന്. പക്ഷെ എൻ്റെ വാശിക്കാണ് ഞാൻ വാങ്ങിച്ചത്. അവർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, ഒട്ടും കൊള്ളൂലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വാവ് എന്നൊക്കെ പറഞ്ഞാണ് കഴിച്ചത്. രണ്ടുപേർക്കും കാര്യം മനസ്സിലായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ബാക്കി ഞാൻ കളഞ്ഞേരെ കഴിക്കേണ്ടതാണ്. പിന്നെ കുറച്ചേരം അവിടെ ഇങ്ങനെ കറങ്ങിയത്. പുള്ളിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പുളിമുട്ട ഈ സ്റ്റോളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിയും കയറിയില്ല, ആരും തന്നെയാണ് പറഞ്ഞു വിട്ടത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ ഒരു പ്രഗ്നന്റ് ലേഡി ആയിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും കേൾക്കും കേട്ടോ. പിന്നെ കുറേ നേരം ഏകദേശം അരമണിക്കൂറോളം ആ ക്യൂലൊക്കെ നിന്നതിന് ശേഷം എനിക്ക് പുളിമുട്ടായൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ ചോക്കയ്ക്ക് ഇത് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഇറങ്ങിയത്. കാരണം അവൾക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നുണ്ടെങ്കിൽ തന്നെ മാഡത്തിന് അത് കൊടുത്തു കേട്ടോ. ആദ്യമൊക്കെ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തത്തേനെ കാണാനില്ല. ഈ പരുവാക്കി തത്ത ബാക്കി എവിടെ പോലും നമുക്ക് യാതൊരു പിടിയില്ല. അങ്ങനെ 60 രൂപ പോയി കിട്ടി.